ഹലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് ഞാനിപ്പോൾ വെയിറ്റ് നോക്കി ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, നമ്മൾ ഇന്ന് ഇന്നലെ കുറച്ച് ചെറുതായിട്ടൊരു ഫുഡ് നമ്മൾ എണ്ണക്കടിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് സ്ട്രിക്റ്റ് ആക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നലെ അങ്ങനെ കഴിച്ചതുകൊണ്ട് തന്നെ ഇന്ന് വെയിറ്റ് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കൂടുമെന്ന്. പിന്നെ അപ്പോൾ ഇങ്ങനെ വെയിറ്റ് നോക്കി ഇങ്ങനെ വരികയാണ്. അപ്പം കൂടിയിട്ടുണ്ട്, വെയിറ്റ് ഇച്ചിരി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കഴിച്ചതല്ലേ, അപ്പോൾ നമ്മൾ അതൊന്ന് ഇങ്ങനെ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് ഒന്ന് സ്ട്രിക്റ്റ് ആക്കാമെന്ന് കരുതി. ഞാനൊരു ഒരു മണി വരെ ഞാൻ ഒന്നും കഴിക്കണില്ല എന്ന് വിചാരിച്ചിട്ടോ. കാരണം ഇന്നലെ രാത്രി ഞാൻ കഴിച്ചതല്ലേ, ഇന്നലെ എനിക്ക് തീരെ പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റി, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു കേട്ടോ. ഞാൻ കഴിക്കണ്ടെന്ന് വിചാരിച്ച് കുറേ വെള്ളമൊക്കെ കുടിച്ച് നോക്കി, പക്ഷെ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഇച്ചിരി ഉപ്പുമാവൊക്കെ കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാനൊരു ഉച്ചവരെ ഒന്നും കഴിക്കേണ്ട, വെള്ളം കുടിച്ച് അങ്ങനെ നടക്കാമെന്ന് കരുതി. ഉച്ചയ്ക്ക് നമുക്ക് പിന്നെ കഴിക്കുമ്പോൾ എന്താ കഴിക്കുന്നത് കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ എല്ലാവരുടെയും വെയിറ്റ് ഒക്കെ എത്ര ആയി, എന്തൊക്കെ കഴിക്കുന്നു എന്നൊക്കെ എന്തായാലും നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് മനസ്സിലായി. കാരണം എല്ലാവരും വെയിറ്റ് കുറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് ഇതുപോലെ തന്നെ പോകാം. ഇനിയുണ്ട്, ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയുണ്ട് നമ്മുടെ മുന്നിൽ എന്താ പറയുക, ഒരു രണ്ടാഴ്ച ഇല്ലെങ്കിൽ 14 ദിവസം ഉണ്ട്. അപ്പം നമുക്കിനി ഇനിയുള്ള 2 ആഴ്ച അത് നമുക്കൊന്നും കൂടി ഒന്ന് സ്ട്രിക്റ്റ് ആക്കാം. നമ്മൾ 2 നേരം മാത്രം ഫുഡൊക്കെ ആക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് റെഡി ആക്കാമെന്നൊക്കെയുള്ള പ്ലാനിലാണ്. അപ്പോഴും ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇത് കഴിക്കുന്നത് 2 നേരം, ഒന്നൊരു നമ്മൾ ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു എപ്പോഴാണോ നമ്മൾ ബ്രേക്ക് ആക്കുന്നത്, കട്ട് ചെയ്യുന്നത്, ഫുഡ് കഴിക്കുന്നത്, ആ സമയത്തൊന്നും പിന്നെ നിർത്തുന്ന സമയത്തൊന്നും അങ്ങനെ ചെയ്യാം. 2 ആഴ്ചയല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്നും കൂടി സ്ട്രിക്റ്റ് ആക്കാം. അതിൽ തന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് നട്ട്സും കുറച്ച് പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങോട്ട് നല്ല രീതിയിൽ മുന്നേറും. റൈസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ പിന്നെ കട്ട് ചെയ്യാണ്. പക്ഷേ ചായ ഇച്ചിരി കുടിക്കും കേട്ടോ. ചായയിൽ ഇച്ചിരി അത് നിങ്ങൾ ആർക്കും പഞ്ചസാര ഇടുന്നത്, പക്ഷേ അത്രയും കുറച്ചാണ് ഞാൻ ഇടാറുള്ളത്. അപ്പം ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. കാരണം ഇന്നലെയൊക്കെ കഴിച്ചതല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ 2 ആഴ്ച നല്ല രീതിയിൽ തന്നെ സ്ട്രിക്റ്റായിട്ട് പോകാം. അപ്പോൾ എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാവുമെന്ന് വിചാരിക്കണമുണ്ട് തന്നെയാണ് പറയാറ്. അപ്പോൾ എല്ലാവരും ആ ഒരു സ്ട്രിക്റ്റ് എല്ലാവരും പിന്തുടരുക, എന്നാലേ നമുക്ക് വെയിറ്റ് കുറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ പോയാൽ കുറയാൻ പറ്റില്ല. ഇനി നമുക്കത് ആവണമെങ്കിൽ ഇപ്പോൾ ഞാൻ 85 എത്രയോ 3 കിലോ എന്നോട് കുറക്കാനുണ്ട്. 3 കിലോ കുറക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ നോക്കാം, ഒരു 85.9 ആയാലും നമുക്ക് കാണണ്ടേ. അപ്പോൾ എന്തായാലും പോവാം. അപ്പോൾ ഞാൻ വെയിറ്റ് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 88.70 അതായത് 350 കൂടിയിട്ടുണ്ട്. ഇന്നലെ 88.35 അങ്ങനെ എന്തായിരുന്നു, 35 തന്നെ അതായിരുന്നു കേട്ടോ. ഇന്നലെ ഒരാഴ്ച കൊണ്ട് കുറഞ്ഞ് നിന്ന് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും 350 കൂടിയിട്ടുള്ളൂ എന്നൊരു സമാധാനമാണ് എനിക്കുള്ളത്. കാരണം നമ്മൾ എന്തായാലും ഒരു 500 കൂടിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ട്. അത്രയും സംഭവങ്ങൾ, എണ്ണക്കടികൾ, മധുരപലഹാരങ്ങളൊക്കെ അല്ലേ കഴിച്ചത്. അപ്പോൾ എന്തായാലും കൂടിയിട്ടുണ്ടാവും, എനിക്ക് ഉറപ്പ് തന്നെയാണ്. അതിപ്പോൾ ഏതായാലും 88.75 എന്നുള്ള വെയിറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നൊരു ഉച്ചയ്ക്ക് ഒരു മണിക്ക് വരെ ഞാൻ വെള്ളം കുടിച്ചങ്ങനെ പോകാമെന്നൊക്കെ പ്ലാൻ ഉണ്ട് കേട്ടോ. പക്ഷേ നടന്നില്ല. ഞാനൊരു 12 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര വിഷം, 1 മണി ആക്കാൻ പറ്റിയില്ല. പിന്നെ 12 മണിക്ക് ഇന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നതാ നമുക്ക് ഞാൻ ഇന്നലെ ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കൂടുതലുണ്ട്, കാരണം 2-3 ദിവസം അങ്ങോട്ട് ദോശ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഉഴുന്നും പച്ചരിയൊക്കെ അത്യാവശ്യം ഇട്ട് അരച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നീനും എഴുന്നേറ്റിട്ടില്ല, ഇതും എഴുന്നേറ്റ് എങ്ങനെ വരുന്നുണ്ട്. ഒക്കെ മദ്രസയിൽ ഇന്നലെ എക്സാം കഴിഞ്ഞു. ഇന്നുണ്ട് കേട്ടോ, ക്ലാസ് ഉണ്ട്. പക്ഷേ ഇന്നലെ എക്സാം കഴിഞ്ഞതല്ലേ, ഞാൻ ഇന്ന് പോണില്ല എന്ന് പറഞ്ഞിട്ട് മടിച്ച് കഴിയാണ്ടിരിക്കണം മദ്രസക്ക് പോകാൻ. ഇങ്ങനെ ഒരു മടിച്ച് അത് ഭയങ്കര മടിയാണ് കേട്ടോ. അത്രയും നേരത്തെ എഴുന്നേറ്റ് പോകാന്നുള്ളത്. രാത്രി ലേറ്റായിട്ട് കിടക്കുകയുള്ളൂ. എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഇപ്പോൾ സ്കൂളത്തെ എക്സാമും കൂടി ആകുമ്പോൾ പഠിക്കാനും ഉണ്ടാവും. അവിടെ ഒക്കെ കുറച്ച് നേരം ഇതൊക്കെ എഴുതി പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ തോണ്ടി നോക്കുമ്പോൾ സമയം എങ്ങടാവും. അപ്പോൾ ഉറങ്ങാൻ പറഞ്ഞാൽ കേൾക്കുകയില്ല. പിന്നെ ഞാനൊപ്പം കിടന്ന് കൊടുക്കണം. അപ്പോൾ എനിക്കെന്തായാലും ഒരു നേരം കുറേ പണികൾ, നമുക്ക് പാത്രം കഴുകുക അങ്ങനെയൊക്കെയുള്ള പണികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിയുള്ളോളം ഇന്നെ വെയിറ്റ് ചെയ്ത് അങ്ങ് നിൽക്കും. അപ്പോൾ ഇപ്പോൾ പിന്നെ ഞാൻ നിർബന്ധിച്ച് കിടത്താറുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും രാവിലെ അങ്ങോട്ട് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. അവളപ്പച്ചി കുറേ പറഞ്ഞ് പോകാനുള്ള എണീറ്റില്ല കേട്ടോ.
അപ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് കാത്തുക്കണ്ട്. അപ്പോൾ ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറിക്കൊന്നു. ഡ്രസ്സൊക്കെ മാറി വരുമ്പോഴേക്കും വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാം. അപ്പോൾ ഇനി ഞാൻ തക്കാളിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടല വെള്ളത്തിടാൻ മറന്നു പോയതാണ്. അപ്പോൾ ചെറുപയറുണ്ടെങ്കിൽ പിന്നെ വെള്ളത്തിലിട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഗ്രീൻ പീസും പിന്നെ കാബുളി കടലൊക്കെ ഉള്ളത്. അപ്പോൾ അത് വെള്ളത്തിലും കൂടി ഇടാൻ ഞാൻ പിന്നെ എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല വെള്ളത്തിലിടാതെ. രാത്രി പുതിർന്ന് വന്നിട്ട് അങ്ങനെ കുക്കറിൽ വേവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ നിന്നില്ല. വേഗം തക്കാളി ഇട്ടിട്ട് തക്കാളി കറി ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ കുറച്ച് ചിക്കൻ്റെ പൊരിക്കാനുള്ളത് ഫ്രിഡ്ജിലുണ്ട്. ഇപ്പോൾ നീനൂന് വേണമെങ്കിൽ അതിൽ നിന്ന് ഒന്ന് എടുത്ത് കൊടുക്കുക. പനീറും ഉണ്ട്, ഒക്കെ ഉണ്ട്. ഒക്കെ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി. പിന്നെ ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയിട്ട് ഈ തക്കാളി കറിക്ക് ഇട്ടിട്ട് എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള ഓരോരോ പ്ലാനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും തക്കാളി കറി മൂപ്പർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാനുള്ള പിന്നെ ടേസ്റ്റാണ് കേട്ടോ. പേര് തക്കാളി കറി ആണെങ്കിലും തക്കാളി കറി ഒരു രസം തന്നെയാണ്. സംഭവം നല്ല എന്താ പറയുക, കുറുന്നനെ ഉണ്ടാക്കിയാൽ അധികം വെള്ളം പോലെ ആവരുത്. കുറച്ചൊരു തക്കാളി നന്നായിട്ട് വെന്തിട്ട് ഇച്ചിരി ഒരു കുറുന്നനെ ഉണ്ടാക്കിയിട്ട് കുത്തി തിന്നാൻ, ദോശയൊക്കെ നല്ല ചൂടോടുകൂടി കുത്തി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആദ്യം കടുക് ഇച്ചിരി ഉലുവ ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. ആ തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് തക്കാളി ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് മൂടി വെക്കുകയാണ്. അത് നന്നായിട്ട് അങ്ങനെ ചെറിയ തീയിൽ അങ്ങനെ വെന്ത് സെറ്റാവണം. നന്നായിട്ട് വെന്ത് അലിഞ്ഞ് പോണ വരെ ഞാൻ വെക്കുന്നുണ്ട്. വെന്തിട്ടാണ് പിന്നെ നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ പിന്നെ ഒരടുപ്പത്ത് ഞാൻ പിന്നെ അതവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മറ്റേ അടുപ്പത്ത് നമുക്ക് എന്ത് ചെയ്യാം, ദോശ ചൂടാം, ഇതുമുന് വേഗം ചുട്ട് കൊടുക്കാമെന്നൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെയുള്ള ഓരോ തയ്യാറെടുപ്പുകളിലാണ്. അപ്പോൾ ഞാൻ വേഗം ദോശക്കുള്ള ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അടുപ്പത്ത് നമ്മൾ തക്കാളി കറി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദോശ നമ്മൾ ഇന്നലെ ഞാൻ അമ്മഞ്ചേരി പോയപ്പോൾ അരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എടുത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, പിന്നെ ഒരു 2 മണി 2:30 ആകുമ്പോൾ ഒന്ന് വെള്ളം പാർന്നിട്ടാണ് കേട്ടോ ഇതിലെന്ന് പറഞ്ഞ് പോയതായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ എത്തിയിട്ട് ഒരു 2:30 ആയപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഞാൻ എടുത്ത് വെച്ച അരിയിൽ വെള്ളം പാർന്നിട്ടാൽ മറക്കരുത് കേട്ടോ, അത് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഇട്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് മറന്നു. പിന്നെ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പര് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ 5 മണി 5:30 ആയിട്ടുണ്ട്. ആ സമയത്താണ് കേട്ടോ ഓർമ്മ വന്നത്. എന്നിട്ട് പിന്നെ അപ്പം അങ്ങോട്ട് വന്നിട്ട് വെള്ളം പാർന്നിട്ടും ചെയ്തു. അപ്പോൾ ശരിക്കും ആയിട്ട് പൊതിരാത്തത് കൊണ്ട് ഇനി കുറച്ചൊരു 10:10:10 ആയതിന് ശേഷമാണ് ഞാൻ അരച്ച് വെച്ചത്. അതുകൊണ്ട് മാവ് നല്ല രീതിയിൽ മാവ് വന്നിട്ടില്ല, കുറച്ചൊരു കുറവാണ് കേട്ടോ. മാവ് ഒരു ഇതായിട്ടില്ല. നമുക്കൊരു 2:30 വെള്ളത്തിലിട്ട് നമുക്കൊരു 6 മണി 7 മണി ആ ഒരു സമയത്ത് അരച്ച് വെക്കാം. ഞാൻ മഞ്ചേരി പോയി വന്നിട്ട് തന്നെ ഒരു അരച്ച് വെക്കാം. എന്നാൽ നന്നായിട്ട് രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് പിന്നെ ഇത് പൊങ്ങി വന്നോളൂ എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അതവിടെ പാളിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ ഇടേണ്ടിയിരുന്നില്ല, അത്രയും നേരം വൈകിട്ട് വെള്ളത്തിൽ ഇടേണ്ടിയിരുന്നില്ല. മൂപ്പര് വേഗം അത് വെള്ളം പാർന്നിട്ടും ചെയ്തു. എന്തായാലും അത് ജസ്റ്റ് എന്താ അധികം അങ്ങോട്ട് ശരിയായില്ല കേട്ടോ. ദോശ അറിയാലോ, നമുക്ക് മാവ് അരച്ച് വെച്ച ദോശ നന്നായിട്ടില്ലെങ്കിൽ ഇത്രയും വൃത്തികെട്ടൊരു സാധനം വേറെ ഉണ്ടാവില്ല. അന്ന് മാവ് വരാതെ നമ്മൾ ദോശ ഇട്ടാൽ കരുതോ ഇനി ഞാൻ ഈ ദോശ ചൂടേ ഇല്ല കേട്ടോ, അത്രയും നമുക്ക് ദേഷ്യക്കാരല്ലേ. എന്നാലും ഇത് ഒരു 2 കിട്ടൊരവസ്ഥയാണ് കേട്ടോ. നന്നാകണമെന്ന് വെച്ചാൽ നന്നായിക്കണേ, ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. പക്ഷേ എന്നാൽ ദോശേൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സോ കാര്യങ്ങളോ അങ്ങനെയാണ്ട് വന്നിട്ടില്ല. എന്തായാലും നമ്മളിത് അവിടെ ദോശ മുന്നേ 2 ദോശ ചുട്ട് പിന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇതുമുന്നെ വേഗം പറഞ്ഞേക്കാം. അവൾക്ക് എക്സാമൊക്കെ അല്ലേ, ടെൻഷനാവും. അപ്പോൾ അവിടെ നേരത്തെ അങ്ങോട്ട് എത്തിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ഞാൻ വേഗം അവൾക്കുള്ളത് കൊടുത്ത് പറഞ്ഞയച്ചു. അതിന് ശേഷം അപ്പോൾ മൂപ്പര് വന്നു. മൂപ്പർക്കുള്ളത് ഇപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അങ്ങനെ ഇങ്ങോട്ടൊന്നും മാറിയിട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടി, അടിച്ചു വാരുക, തുടക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് ബിരിയാണി ആയിട്ട് അന്ന് ഉണ്ടാക്കുന്നത്. നീനുട്ടി ഉള്ളതല്ല, ഇനിയിപ്പോൾ നാളെ പോവും. ഒക്കെ ഇപ്രാവശ്യം 2 ദിവസം ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ നാളെ പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ബിരിയാണി വെക്കാമെന്നൊക്കെയാണ് പ്ലാന്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഉള്ളി തക്കാളി അങ്ങനെ കരിഞ്ഞ് വെച്ച് ഇങ്ങനെ എന്തായാലും ഞാൻ എങ്ങനെയൊക്കെയോ 12 മണി ആക്കിയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ പിന്നെ 12 മണി ആയപ്പോൾ കരുതി എനിക്ക് വയ്യ, ഇനി ഞാനൊരു ഗ്ലാസ് ചായ കുടിക്കട്ടെ, അത് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരു സമാധാനം ഉണ്ടാവുന്നു. അപ്പോൾ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീനും എഴുന്നേറ്റ് വന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അലർജീൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇന്നലെ ഞാൻ അലർജീൻ്റെ ഗുളിക കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് എന്താ വെച്ചാൽ ഹോസ്റ്റലിൽ നിന്ന് കുടിച്ചാൽ രാവിലെ ഡ്യൂട്ടിക്കൊക്കെ പോകാനുള്ളതുകൊണ്ട് എണീക്കാൻ പാടായിരിക്കും. അലർജീൻ്റെ ഗുളിക കുടിച്ചാൽ അറിയാമല്ലോ, ഭയങ്കര മയക്കായിരിക്കും. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ഞാൻ അലർജീൻ്റെ ഗുളിക കൊടുക്കാറ് കേട്ടോ. ഒരാഴ്ചയിൽ 1 കുടിച്ചാൽ ഒരു
ഒരാഴ്ച അങ്ങോട്ട് പോകും. അങ്ങനെ ആ ഒരു ലെവലിലുള്ള അലർജി ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വരുമ്പോൾ ഇന്നലെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മയക്കവും തയക്കമാണ് അവളെ കാണുന്നത്. അവൾ എഴുന്നേൽക്കാനൊക്കെ നല്ല ലേറ്റായി. അപ്പോൾ അവൾ പറഞ്ഞു എനിക്കിനി ഒന്നും വേണ്ട, എനിക്ക് ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ അത് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അവൾ ഫുഡൊന്നും കഴിച്ചില്ല. ഒരു ചായ കുടിച്ച് അങ്ങോട്ട് പോയിട്ടാ. അപ്പോൾ ഞാൻ വേഗം ചായയൊക്കെ കുടിച്ച് പിന്നെ എന്താ പറയുക പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ സാധനങ്ങളൊക്കെ ഇതാ എൻ്റെ കെട്ടിയവനവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അരിയുക അങ്ങനെയുള്ള പരിപാടികളായിരുന്നു. അപ്പോൾ വന്നപ്പോൾ ഇതാ കുറച്ച് പിന്നെ നീനുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാട്ടോ റംബൂട്ടാൻ. അപ്പോൾ അതും പേരക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നീനൂന് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഞാനും അതിൽ നിന്ന് 2 കഴിച്ചു കേട്ടോ. അപ്പോൾ ഒരു 12:30 ഒക്കെ ആയിട്ടുണ്ട്. വാങ്ങി കൊടുത്തിട്ടുണ്ട്. മൂപ്പർ പള്ളിയിൽ പോയിട്ടുണ്ട് സാധനം കൊണ്ടുവന്നിട്ട്. ഞാൻ എന്താ അവിടെ ചിക്കൻ ആയതുകൊണ്ട് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ചിക്കനൊക്കെ കഴുകി ഒരടുപ്പത്ത് ഗീ റൈസ് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. മറ്റേ അടുപ്പത്ത് ഇതാ ചിക്കൻ അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. പച്ചക്കറികളൊക്കെ അതാ അവിടെ കൊണ്ടുവന്നതൊക്കെ നിരനിരയെ വെച്ചിട്ട് അതൊക്കെ ഒതുക്കി വെക്കാനും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ അടിപൊളി റംബൂട്ടാനും കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാനൊരു 12-12:30 സമയത്ത് അതാണ് ഒരു 12:30 കണ്ടിട്ട് ചായ കുടിച്ച് കുറച്ച് കഴിഞ്ഞേക്കന്നെ ഞാൻ അത് കഴിച്ചു. അതിക്ക് ഒരു നീനുട്ടിക്ക് കട്ട് ചെയ്ത പേരൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 2 പീസ് അതും കഴിച്ചു. അങ്ങനെ കഴിച്ചതിന് ശേഷം എന്താ നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിട്ടു. പെട്ടെന്ന് നമ്മൾ കുക്കറിലൊക്കെ പെട്ടെന്ന് ഗീ റൈസ് ഉണ്ടാക്കിയിട്ട് ഒരടുപ്പത്ത് ചിക്കനൊക്കെ വേവിച്ച് വേഗം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അത് വന്നപ്പോഴേക്കും 1:15 ആയിട്ടുണ്ട്. അപ്പം പിന്നെ ആ ഒരു സമയത്താണ് പിന്നെ നീനൂട്ടി ഫുഡ് കഴിച്ചത് കേട്ടോ. അവള് രാവിലെ മുതലേ ഒന്നും കഴിച്ചിട്ടില്ല. ഒക്കെ എന്താ പറയുക ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ അത് മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വമ്പ പ്ലാനിലാണ് വയറൊഴിച്ച് നിൽക്കുകയാണ് ഫുള്ളായിട്ട് ബിരിയാണി തട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതാ ദമ്മ് പൊളിക്കാണ് കാണുന്നത്. പിന്നെ ബാക്കിയുള്ള എല്ലാ പരിപാടിയും അതായത് ബിരിയാണി ദമ്മിട്ടതിന് ശേഷം ഞാൻ അവിടെയൊക്കെ ക്ലീനാക്കി നമ്മൾ കൊണ്ടുവന്ന പച്ചക്കറികൾ ഒക്കെ ഫ്രിഡ്ജിലേക്കും എടുത്ത് വെക്കേണ്ട സ്ഥലത്തേക്കൊക്കെ വെച്ചു. അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഫുഡ് ആയപ്പോക്കിന് ഇതാ 1:30 മക്കളൊക്കെ ബിരിയാണി കഴിക്കുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് കഴിക്കണം. എല്ലാവരും ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒരു രസം തന്നെയാണ് അല്ലേ. ഒരുമിച്ചുള്ള ഫുഡ് കഴിക്കൽ അറിയണത് ഒരു ഭയങ്കര രസമുള്ള കാര്യമാണ്. അപ്പം ഇത് മൂന്നും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ എന്താണ് കഴിച്ചതെന്ന് നോക്കാം. ഞാൻ അതിൽ നിന്ന് മസാല കുറച്ചെടുത്തു. അതുപോലെ റൈസ് തീരെ എടുത്തില്ല. റൈസ് എന്ന് പറയാൻ നമുക്ക് എന്താ വെച്ചാൽ ബിരിയാണി ആകുമ്പോൾ ബിരിയാണീൻ്റെ മസാലേൻ്റെ ഉള്ളിൽ കുറച്ച് ചോറൊക്കെ ഉണ്ടാവില്ലേ, അത് പെട്ടതേ ഉള്ളൂ കേട്ടോ. ഞാൻ എക്സ്ട്രാ റൈസ് ഒന്നും എടുത്തിട്ടില്ല. അതേപോലെ ചിക്കനും ഒരു കഷ്ണം പൊരിച്ചതും എടുത്തു, ഒരു മുട്ട പുഴുങ്ങിയതും എടുത്തു. ഇതാണ് എന്താ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് കഴിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു മനസ്സിലെ പ്ലാൻ എന്താ വെച്ചാൽ ഇത് കഴിച്ച് അങ്ങോട്ട് നിർത്തുക. ഇന്നലെ നല്ലോണം ഫുഡൊക്കെ കഴിച്ചതല്ലേ. അപ്പോൾ നമ്മൾ കുറച്ചൊരു എന്താ കുറച്ച് സ്ട്രിക്റ്റ് ആക്കുക എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത് കഴിച്ച് അങ്ങോട്ട് നിർത്താമെന്നൊക്കെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വൈകുന്നേരം ഒരു 5, 5:30, 6 മണി ആ ഒരു സമയമായപ്പം വീണ്ടും എന്നെ എന്താ പറയുക വിശപ്പ് ഇങ്ങനെ വിളിക്കുക കേട്ടോ. ഇങ്ങനെ ഈ നമ്മൾ വണ്ണുണ്ടെന്ന് വിചാരിച്ച് നമുക്ക് വിശപ്പില്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. വിശപ്പ് നല്ല രീതിയിൽ ഉണ്ടാവില്ലല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശന്ന് അപ്പോൾ അതായപ്പോൾ ഞാൻ വൈകുന്നേരം പിന്നെ ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഈ മസാല കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ്. ഞാൻ വെളിച്ചെണ്ണയല്ല കേട്ടോ ഉണ്ടാക്കിയത്, ഓയിലൊന്നല്ല. ഞാൻ മസാല ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൽ കുറച്ചൊക്കെ എണ്ണ പാരും, ഓയിൽ പാരും, സൺഫ്ലവർ ഓയിൽ പാരും. അത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ ആ ഒരു ടേസ്റ്റാണ് കിട്ടില്ലല്ലോ. പക്ഷേ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ഞാൻ ആ വെളിച്ചെണ്ണയിൽ തന്നെ കേട്ടോ എടുത്തത്. അപ്പം അത് കഴിച്ച് ഞാൻ നിർത്തണം എന്നുള്ള പ്ലാനിൽ പിന്നെ ഒരു കണ്ടോ സമയം ഇപ്പോൾ ഒരു 7:30, 6:30, 7 രാത്രിയാണ് കേട്ടോ. ഈ ഒരു സമയമായപ്പോഴാണ് ഞാനിതാ വീണ്ടും ഒരു ചായ കുടിച്ചത്. നീനുട്ടി പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് ഒരൊറ്റ ഉറക്കം. വീണ്ടും ഓക്ക് ആ ഗുളികൻ്റെ ഒരു അതങ്ങോട്ട് വിടുന്നുണ്ടായിരുന്നില്ല. അവൾ വീണ്ടും ഉറങ്ങിയിട്ട് അപ്പോൾ അവളെ ഉണർത്താൻ വേണ്ടിയിട്ട് ഓക്കൊരു ചായ ഉണ്ടാക്കി കൊടുത്തു. ചായ കുടിച്ചാൽ തല അങ്ങോട്ട് തെളിഞ്ഞോട്ടെ എന്നും പറഞ്ഞിട്ട് ഓക്കൊരു ചായ ഉണ്ടാക്കി, ഞാനൊരു ചായ ഉണ്ടാക്കി കുടിച്ചു. അതിലേക്കൊന്നും വേറെ ഒന്നും സ്നാക്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നീನು പിന്നെ ബിരിയാണിയൊക്കെ ബാക്കി കുറച്ച് കഴിച്ചു. ഓള് പിന്നെ നെയ്ച്ചാറ് കുറച്ചുകൂടി ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇതാ ഈ ചായയും കുടിച്ചു. ഇന്ന് അങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ, വെയിറ്റ് ഇനി കുറയോ ഒക്കെ നോക്കാം. അപ്പോൾ എല്ലാവരും വെയിറ്റ് കൂടുന്നുണ്ടെന്ന് പറഞ്ഞാലും ഒന്നും ടെൻഷൻ ആവണ്ട. നമ്മുടെ നേരെ എങ്ങനെ പോവാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട. കുറയും കൂടുകയൊക്കെ ചെയ്യും, മൈൻഡ് ചെയ്യേണ്ട. നമ്മളങ്ങനെ തുടർന്ന് പോവാം. അപ്പോൾ നാളത്തെ വെയിറ്റൊക്കെ നോക്കിയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.